ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രാമഭദ്രൻ സാറല്ലേ? ഞാൻ കൈമളാണ്, കേശവ കൈമള്. ഇവനാരല്ലോ അറിയില്ലേ? അനന്തൻ നമ്പ്യാരുടെ മകൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ആരായിട്ട് വരും? കൈമളേട്ടാ എന്താ അറിയാനാണോ? കുഴപ്പമില്ല. ഷോക്ക് കൊടുത്തു കഴിഞ്ഞാ ചെലപ്പം പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ മറക്കൂ? അതേന്ന് പണ്ടെന്തോ കണ്ട് പേടിച്ചതാ. അത് മറന്നാലേ ഇത് മറക്കും. എന്നാ ഞാൻ ഏറ്റ് വണ്ടിയിലോട്ട് കേട്ട് വീട്ടിലോട്ട് റാം റാം സാർ. റാം റാം. ബുഹാരി പാൽപ്പട മസാല തൈരുടെ പേപ്പർ പേപ്പർ. എന്തായി? ഡോക്ടറെ കണ്ടില്ലേ? ഇത് ഒരു ഷോക്കിലൊന്നും തീരുന്ന കേസല്ല. ആ കുട്ടി അവൻ വല്ല കുഴപ്പമുണ്ടാക്കുവോ? ഒന്നും പേടിക്കാനില്ല. ഇന്നു മുതൽ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം. എന്റെ തലമുളക്കുന്നമ്മേ, അയ്യോ എന്റെ തലമുളക്കുന്നേ. മുകുന്ദ, എന്ത് പറ്റിയടാ? എന്തിനാ കരയുന്ന നീ? എന്നെ തുടരുത്. ഒരസുഖമില്ലായിരുന്നു എന്നെ എല്ലാവരും ചേർന്ന് ഷോക്ക് അടുപ്പിച്ചിട്ട് ഇപ്പൊ എന്ത് പറ്റിയെന്നോ? അപ്പൊ നിനക്ക് ശരിക്കും വട്ടല്ലായിരുന്നോ? അങ്ങനെ പെട്ടെന്ന് വട്ടളകുന്ന ഇനമല്ലടാ ഞാൻ. സ്വന്തം കള്ളത്തരം പുറത്താകാതിരിക്കാൻ വേണ്ടി എന്നെ പ്രാന്തനാക്കാൻ ശ്രമിച്ച നിന്നെ വെറുതെ വിടൂലടാ കോപ്പെ. ആരെങ്കിലും പറഞ്ഞോ നിനക്ക് വട്ടാണെന്ന് ഡോക്ടർ മുമ്പിൽ അഭിനയിക്കാൻ? കുമാരനാശന്റെ വീണപൂവ്, ഹിറോഷിമയിലെ ജീവിത നൗക, മണ്ണാങ്കട്ട. നിനക്ക് വട്ടാണെന്ന് 3 പ്രാവശ്യം പറഞ്ഞ ഏത് ഡോക്ടറും വട്ടാണെന്നേ പറയൂ. അനുഭവിച്ചോ? ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. വിടരുത്. എനിക്ക് കിട്ടിയ ഷോക്കിനെ എല്ലാവരോടും പകരം ചോദിക്കാം. പകരം വേണ്ട, എനിക്ക് തണുക്കുന്നു പറഞ്ഞിട്ട് വിയർക്കുന്നുണ്ടല്ലോ. ഇത് വേർക്കുന്നവരാണ് തണുപ്പാ. അപ്പൊ ഫയൽ ഇടൂല? ഇല്ല. ഇടൂല? ഇല്ല. നിന്നെ കൊണ്ട് ഇടിപ്പിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. എന്നാ നോക്ക്. എന്താ? ഒന്നുമില്ല. കുത്തരുത്, കുത്തും. എനിക്ക് കാറ്റ് വേണം. എനിക്ക് ശരിക്കും വട്ടില്ല, സത്യമാണ്. പിന്നെ ഈ പ്ലഗ് കുത്തുന്ന കാണുമ്പോ ഡോക്ടർ എന്നെ ഷോക്ക് അടുപ്പിച്ചത് ഓർമ്മ വരും. പിന്നെ തലയ്ക്കകത്ത് ഒരു പെരുപ്പും വെപ്രാളവും. ഡബ്ല്യു 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 എന്നൊരു ശബ്ദവും ചെറിയ ഇങ്ങനെ വലിഞ്ഞു പോണതുപോലെ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ലടാ. അത് ശരി, ഞാൻ കുത്തുന്നില്ല കേട്ടാ. മുണ്ടാ, ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഇനി കുത്തൂല കേട്ടാ. പിന്നെ ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു വരെ പോവാ. ഞാൻ പോകുമ്പം ഇവൻ കള്ളനാണ്, കുട്ടികൃഷ്ണ അല്ല എന്നൊന്നും പറയരുത്. അത് ഞാൻ പറയും. ഇങ്ങനെ വലിഞ്ഞു വരും. ഇങ്ങനെ വലിഞ്ഞു വന്നാലും വലിഞ്ഞു വന്നില്ലെങ്കിലും ഞാൻ പറയും. കട്ടായം പറയും. ഇങ്ങോട്ട് നോക്കേ. എവിടെ? അത് ശരി. അപ്പൊ സ്ഥിരമായിട്ടൊരു പ്ലഗ് കയ്യിൽ കരുതിയാൽ ഒരുത്തൻ ഓക്കെ. ഹലോ, മുകുന്ദനൊന്ന് കിട്ടോ? വിലക്കോ വാടകയ്ക്കോ? ഒന്ന് സംസാരിക്കാനാ. ബുദ്ധിമുട്ടാണ്. റിമാൻഡിലിരിക്കുന്ന പ്രതിയെ ഒരു കാരണവശാലും വിട്ടുതരുന്ന പ്രശ്നമില്ല. ഇത് ഞാനാ, കുട്ടിക്കൃഷ്ണൻ. അയ്യോ, കുട്ടികൃഷ്ണൻ സാറാണോ? പോയ കാര്യം എന്തായി? ഒന്നും പറയാറായിട്ടില്ല. രഹസ്യമായി അവന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചു വരികയാണ്. അവനെ അകത്താക്കാൻ പറ്റുമോ? സംശയമുണ്ട്. അവനെ മാത്രമല്ല, എല്ലാ കൊച്ചുണ്ണിമാരെ അകത്താക്കാം. അവന്റെ എല്ലാ കള്ളികളും നമുക്ക് വിളിച്ചു കൊണ്ടുവരാം. ഞാനിപ്പോ ബീച്ചിൽ നിന്നാ വിളിക്കുന്നത്. ബീച്ചിൽ നിന്നോ? ഞാനിപ്പോ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ബീച്ച് നിനക്കെന്ത് കാര്യം? അതെ, അങ്ങോട്ട് വരാൻ എന്താ വഴി? ഞാൻ കാർ അയക്കാം. മാരുതി വേണോ, അതോ 1000 വേണോ, അതോ കോണ്ടസ് വേണോ? കോണ്ടസ് മതി. ഓക്കെ, കോണ്ടസ് ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. എടാ ലാസറേ, ആകെ ഗുലുമാലായെന്ന് തോന്നുന്നു. ആ കുട്ടിക്കൃഷ്ണന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. മറ്റവനില്ലേ, ആ ഭ്രാന്തൻ, അവൻ ഫോണിൽ കൂടെ പറയുന്ന ഞാൻ കേട്ടു. കുട്ടിക്കൃഷ്ണൻ ഇപ്പോ ഒറ്റയ്ക്ക് ബീച്ചിലുണ്ട്. എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ട് പൊയ്ക്കോ. എന്തിനാ മുതലാളി തട്ടിൽ കൊണ്ടുപോകുന്നേ? വല്ല കാറിലും കയറ്റിക്കൊണ്ടുപോയാ പോരെ? അതല്ലൊരു വെയിറ്റ്. എടാ കഴുതേ, അതല്ല, അവനെ പൊക്കണം. ഇത് പറ്റിയ അവസരമാ.
ഒരു കോണ്ടസക്കാരൻ പ്രതീക്ഷിച്ച് അവനവിടെ നിൽക്കുക. എവിടുന്നെങ്കിലും കോണ്ടസ തപ്പിയെടുത്ത് അവനെ അടിച്ചു മാറ്റ്. ഓ, ഈ കോണ്ടസ് ഒക്കെ പൊക്കിയെടുത്തോണ്ട് പോകാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം മുതലാളി. ഓടിച്ചോണ്ട് പോയാ പോരെ? എടാ എടാ എടാ, എങ്ങനെയെങ്കിലും അവനെ തട്ടി മാറ്റടാ. ഈശ്വരാ, കാണുന്നില്ലല്ലോ. ആളെ കിട്ടി. മുങ്ങുന്നവിടെ അയ്യോ, നിർത്ത്. അപകടം, അപകടം. ആർക്കാടാ പകരം? എനിക്കാ. എന്താ? എനിക്ക് മൂത്രം ഒഴിക്കണം. വേല കയ്യിലിരിക്കട്ടടാ. അയ്യോ, സത്യമായിട്ട് എനിക്ക് മൂത്രം ഒഴിക്കണം. മിണ്ടിപ്പോകരുത്, കുന്നുകളയും ഞാൻ. അല്ലെങ്കിൽ ഞാൻ ഈ കാറിനകത്ത് മൂത്രം ഒഴിക്കും. പുതിയ കാറാണ്, കോണ്ടസയാണ്. ഇതിനകം മുഴുവൻ വൃത്തികേടാക്കും. ഇതിനെ കൊണ്ട് കാര്യം സാധിപ്പിക്കുന്നതാണ് ബുദ്ധി. നമ്മൾ കൂടെ ഉണ്ടല്ലോ. വേഗം പോയി സാധിച്ചേച്ച് വേണം. ശരി, താങ്ക്സ്. പെട്ടെന്ന് വരണം. എന്താടാ? അല്ല, നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടെന്ന് എനിക്ക് ബുദ്ധിമുട്ടാ. ഓ, നമ്മൾ തിരിഞ്ഞു നിന്നേക്കാം. നോക്കല്ലേ. നോക്കാൻ നീ ആര്? ഹേമമാലില്ലേ? ഇവനെവിടെ പോയി? ഇവനാരും മാണ്ട്രേക്കല്ലടാ, ദാ പോകുന്നവൻ. പിച്ചു ലിച്ചു, അറിയാം അറിയാം. അയ്യോ, മക്കളെ എന്ത് പോലീസുകാരെ പിടിച്ചു സാറേ, ഒന്നും ചെയ്യല്ലേ. ഒരാളെ കൂടെ കൊണ്ടുപോകാൻ. എന്തിനാണെന്ന് മോങ്ങുന്നത്? താനില്ല പോലീസിനെ കൂട്ടി വന്ന് എന്റെ ചാച്ചനെ ഏട്ടന്മാരെ പിടിച്ചു കൊടുക്കാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നീയൊക്കെ കൂടെയല്ലേ എന്നെ കൊല്ലാൻ നോക്കുന്നത്? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്താ? തന്നെ കൊല്ലാൻ നോക്കുന്നു ഞങ്ങളോ? പിന്നല്ലാതെ നിങ്ങളൊക്കെ അവന്റെ ആൾക്കാരല്ലേ? എന്നിട്ട് താൻ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ എന്തിനാ 2 പ്രാവശ്യം എന്നെ പിടിച്ചോണ്ട് വന്നത്? തലക്കടിച്ച് കുപ്പയിലിട്ടത്? ഞങ്ങൾ മോഷ്ടിക്കുന്ന കാറിൽ എന്തിനാ എപ്പോഴും താൻ കയറിയിരിക്കുന്നത്? അപ്പോ നിങ്ങളുടെ ആൾക്കാരല്ലേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എന്നെ പിടിച്ച് ഡിക്കിയിലിട്ടത്? അല്ലാണ്ട് പറഞ്ഞില്ലേ? ഇപ്പൊ മനസ്സിലായി. അവന്റെ ആൾക്കാരാ കുട്ടി പോലീസിനെ വിളിച്ചോണ്ടുവന്നത്. സത്യമായിട്ടും ഞാനല്ല. ഇത്രയും നാള് ഞാൻ നിങ്ങളെ ഭയന്ന് കഴിയായിരുന്നു. സോറി ട്ടോ. ആ ചട്ടി എടുത്ത് അവിടെ വെക്കി, ഈ ചട്ടി എടുത്ത് അവിടെ വെക്കി. ചുട്ടി ചട്ടി എടുത്ത് തലയിൽ വെക്കുക. ചുട്ടി അവിടെ വെക്കി. അവിടെ 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 എന്റെ കുട്ടിയഷ, എന്താ ഈ കാണിച്ചത്? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന ശേഷം ഒരു കത്ത് പോലും അയക്കാഞ്ഞത് വലിയ കഷ്ടായി. എന്താ കൈമളിയേട്ടാ, എന്ത് പറ്റി? അച്ഛനെ കൈ കിട്ടിയപ്പോ അമ്മയും നാട്ടുകാരി അങ്ങോട്ട് മറന്നു. കുട്ടികൃഷ്ണനെ കാണുമെന്നും പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് മുറപ്പണ് നന്ദിനിക്കുട്ടി അത് അകത്തിരിപ്പിട്ട് അങ്ങോട്ട് ചെല്ല. എനിക്ക് ഇത്തിരി ജോലി ചെയ്യാൻ വരുന്നു. നന്ദിനിക്കുട്ടിയാ? ഏത് നന്ദിനി? നന്ദിനിക്കുട്ടി മൂന്നും പോയി. ഞാൻ ഒരിടത്തും പോകുന്നില്ല. പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇനി ബാക്കി ഞാൻ പൊളിച്ച് കൈ തരാൻ. ഞെട്ടിക്കളി ഞെട്ടിക്കളി. നന്ദിനിക്കുട്ടി, ഓ നാട്ടിൽ നിന്ന് വന്ന നന്ദിനിക്കുട്ടിയെ, നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവിടെ എല്ലാവരുടെയും കണ്ണിൽ എനിക്ക് വട്ടാണ്. നീ അങ്ങനെ ആക്കിയെടുത്തു. അതുകൊണ്ട് ഞാൻ അവളോട് പറയാൻ പോവാണ്, നീ കുട്ടികൃഷ്ണൻ അല്ലാന്ന്. അത്രേ ഉള്ളോ? അത് തന്നെയാ ഞാനും പറയാൻ പോകുന്നത്. ഞാൻ കുട്ടികൃഷ്ണൻ അല്ലാന്ന്. അപ്പൊ നീ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതിനൊരു പ്ലാനുണ്ട്. ആ, കുട്ടികൃഷ്ണന്റെ കൂട്ടുകാരാന്ന് പറയും. അപ്പൊ കുട്ടികൃഷ്ണൻ എവിടെയെന്ന് ചോദിച്ചാൽ അമ്മയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോയിരിക്കാന്ന്. അങ്ങനെ കൈമളിയേട്ടൻ പോലും അറിയാതെ ഞാൻ അവളെ ഇവിടുന്ന് നാട്ടിലേക്ക് പാക്ക് ചെയ്യും. ഈ ഐഡിയ കൊള്ളാമല്ലേ? നന്ദിനിക്കുട്ടി, എന്തിനാ നന്ദിനിക്കുട്ടിയെ വിളിക്കുന്നത്? ഇതും കൂടി ചേർത്ത് ഞാൻ പൊളിക്കും. അവളോട് പറയരുത്. അവളോട് തന്നെ പറയണം. ആഹാ. ആരെയായോ ദൈവമേ? നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി. ഓ, പണ്ടാരം ഇവിടെ വന്നു. അയ്യെന്ന് പറഞ്ഞേക്ക്. മാറി നിൽക്കൂലേ? നന്ദൻകുട്ടി, ആരാ വന്നിരിക്കണം നോക്കിയേ.
കുട്ടിക്കൃഷ്ണേട്ടാ അല്ല വേണ്ട 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 ഒന്നും പറയണ്ട അമ്മേ വേണ്ട ഞാൻ പിണക്കാം. നല്ല ആളാ കുട്ടിക്കൃഷ്ണേട്ടൻ. വന്നിട്ടൊന്നും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇവിടെ വന്നോണ്ട ഫോൺ ചെയ്യാന്നല്ലേ പറഞ്ഞേ. എന്ന് വന്ന് പോസ്റ്റ് ഓഫീസിൽ കാത്തു നിൽക്കും. ഇപ്പൊ വിളിക്കും പറയും. എന്നിട്ട് അവിടെ വിളിക്കാം. കണ്ടില്ല എല്ലാം നടക്കുന്നേ. നമ്മുടെ നമ്പ്യാരി മാമൻ എങ്ങനെയുണ്ട്? ചികിത്സ തുടങ്ങിയെന്ന് അറിഞ്ഞു. ആ പിന്നെ കുട്ടിക്കൃഷ്ണേട്ടാ ഒരു വിശേഷം അറിഞ്ഞോ? നമ്മുടെ സഹദേവനില്ലേ, ഏത് സഹദേവൻ? അമ്പുജാഷണി സഹദേവൻ, മനസ്സിലായില്ലേ? ഓ മനസ്സിലായി. അയാളെ പോലീസ് പിടിച്ചു. കേസ് എന്താണെന്നറിയോ? ആൾമാറാട്ടം. ആ ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ പറ. അതിന് നീ ഒന്ന് വായടച്ചിട്ട് വേണ്ട എനിക്ക് വിശേഷങ്ങൾ പറയാൻ. വായാടി, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നീ വാ, എല്ലാം വിശദമായിട്ട് പറയാം. എന്റെ റൂമിലേക്ക് വാ. വാ ഇപ്പൊ വരാ. വാ. കണ്ട ശരിക്കുള്ള ലവ് കണ്ട കളര് നാണില്ലേ? കിളവന്നല്ല അപ്പനാടി. വാ എന്താ വേണ്ട, എന്നോട് കളിക്കില്ലേ? വേണ്ട. ആരാടി ഇത്? പറയടി. ആരാ? ഇതാണ് എന്റെ നന്ദിനിക്കുട്ടി, അനന്തൻ നമ്പ്യാരുടെ മകൻ കുട്ടിക്കൃഷ്ണന്റെ മുറപ്പെണ്ണ് നന്ദിനിക്കുട്ടി. നല്ലപോലെ നോക്ക്, നല്ലപോലെ നോക്ക്. ഇത്രയല്ലേ ഉള്ളൂ? അല്ലെന്ന് ഞാൻ പറഞ്ഞോ? അനന്തൻ നമ്പ്യാരുടെ മകൻ കുട്ടിക്കൃഷ്ണൻ മുറപ്പെണ്ണ് നന്ദിനിക്കുട്ടി ഇത് തന്നെയാ, സമ്മതിച്ചു. പക്ഷേ ഈ ഇരിക്കുന്ന കള്ള കുട്ടിക്കൃഷ്ണൻ മുറപ്പെണ്ണ് നന്ദിനിക്കുട്ടി ഞാനാ, മീനാക്ഷി എന്ന ഈ നന്ദിനിക്കുട്ടി. എന്തേ ഞെട്ടിയ? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞൂന്നായിരിക്കും, അത് സസ്പെൻസ്. എന്തേ മുറപ്പെണ്ണ് എന്നെ അങ്ങേരിക്കും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഇപ്പൊ പൊളിച്ചുതരാം, എല്ലാം ഇപ്പൊ പൊളിച്ചുതരാം. ആ നന്ദിനിക്കുട്ടിയെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ പോടാ. ഇന്ന് നിന്റെ അന്ത്യം. എന്താ എന്താ ഒരു പാറ്റയെ കണ്ടതിനാണ് ഇങ്ങനെ നടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. പാറ്റ പിടിച്ച് തിന്നു. ഓഹോ, പാറ്റയെ കണ്ടതിനാണോ ഇത്രയും ബഹളം വെച്ചത്? ഞാൻ വിചാരിച്ചു ഇതും മറ്റേ ചികിത്സയ്ക്ക് വന്നതാണെന്ന്. പോട്ടാ.